ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും അഞ്ജലിയും എല്ലാവരും അശ്വിനെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ. പൂജ കഴിയുന്നിടം വരെ ശ്യാമിനെയാണ് പിന്നീട് കാണിക്കുന്നത്. ശ്യാമ് തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഭഗവാനെ കൃഷ്ണ, എനിക്ക് അഞ്ജലിയെ ഒഴിവാക്കാൻ ഒരാഗ്രഹവും ഇല്ല, പക്ഷേ ശ്രുതിയെ നഷ്ടപ്പെടുത്താൻ എനിക്ക് തീരെ ആഗ്രഹമില്ല. ശ്രുതിയെ എങ്ങനെയെങ്കിലും നേടിത്തരാൻ വേണ്ടിയിട്ട് നീ ഒന്ന് അനുഗ്രഹിക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഹരേ രാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. തുടർന്ന് മുത്തശ്ശിയാണെങ്കിൽ അശ്വിനോടായിട്ട് പറയാണ്, ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞോളൂ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അശ്വിൻ അതുപോലെ ചെയ്യാണ്. എന്നിട്ട് അഞ്ജലിക്കും മുത്തശ്ശിക്കും തുടർന്ന് ശ്രുതിക്കും കുറി തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് അങ്ങ് അത്ഭുതമാവാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് മനോരമ പറയുന്നുണ്ട്, എൻ്റെ മൈ ഗോഡ്, അശ്വിൻ ഗോഡിനെ വണങ്ങേ, വാട്ട് എ വണ്ടർ എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, ഇതാണോ ഇത്ര വലിയ കാര്യം? ഏത് പൊന്നു മോനാണെങ്കിലും ഈശ്വരനെ മറന്ന് കളിച്ചാൽ ഇതാണ് ഫലം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഹലോ, എക്സ്ക്യൂസ് മീ, ഞങ്ങളെ കുടുംബത്തിലെ അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും, അതിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞു കൊടുക്കാനുണ്ട് മനോരമ. അപ്പോൾ അമ്മായിക്ക് ദേഷ്യം പിടിച്ച് പോകുമ്പോൾ പ്രീതി പറയും അമ്മായി എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ലാവണ്യ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി, ഞാൻ പറഞ്ഞില്ലേ ASR പൂജയിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം, അത് എൻ്റെ മാത്രം ഐഡിയ ആണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശി. എന്നിട്ട് ലാവണ്യ പോയിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, നീ മുത്തശ്ശിയോട് ഒരിക്കലും ഞാനല്ല അതിൻ്റെ പിന്നിലുള്ള കാര്യം പറയരുത്. മുത്തശ്ശിക്ക് ഭയങ്കര ഇമ്പ്രസ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വരുന്നില്ല മാഡം. പക്ഷെ മാഡം പറഞ്ഞിട്ടൊന്നുമല്ല അശ്വിൻ സാർ പൂജയ്ക്ക് പങ്കെടുത്തിട്ടുള്ളത്, അത് സാക്ഷാൽ ഈശ്വരൻ തന്നെ വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ബാക്കിൽ നിന്നിട്ട് കേൾക്കുകയാണ് കേട്ടോ. ബാലഗോപാലിനെക്കാട്ടും വലിയവനായിട്ടോ ആരും ഇല്ല എന്നൊക്കെ അശ്വിൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ലാവണ്യയുടെയും ശ്രുതിയുടെയും അടുത്തേക്ക് വന്നിട്ട് ലാവണ്യയെ കൈ പിടിച്ചിട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് ലാവണ്യയോട് പറയുന്നുണ്ട്, നിനക്കെന്താ ആ വട്ടുപിടിച്ച ശ്രുതിലക്ഷ്മിയെ പോലെ കോമൺ സെൻസ് ഇല്ലാതെ പോയോ? അവൾ നിന്നെ മണ്ടിയാക്കി, നിന്നെ മാത്രമല്ല മുത്തശ്ശിയെയും അഞ്ജലി ചേച്ചിയും അങ്ങനെ പലരെയും എന്നൊക്കെ പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, ഞാനൊന്ന് പറയുന്നത് കേക്ക് ASR. പൂജയ്ക്ക് ASR പങ്കെടുത്തത് കൊണ്ട് മുത്തശ്ശിക്ക് എന്നോടുള്ള ഇമ്പ്രഷൻ കൂടിയില്ലേ, പിന്നെ നിന്നോടുള്ള ദേഷ്യവും കുറഞ്ഞില്ലേ? ഞാൻ അത്രമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ, ഇതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല, നീ അതോർത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യ് ഇനി മുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ദേഷ്യം പിടിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ലാവണ്യ ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശിയെ ഇമ്പ്രസ് ചെയ്ത് ASRനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയും പ്രീതിയും അമ്മായിയും കൂടെ പോവാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി ചെന്ന് പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരണം, പിന്നെ ഞങ്ങൾ അന്യരായിട്ടൊന്നും കാണരുത് എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അമ്മേ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഞങ്ങൾ അങ്ങനെ കാണുമ്പോൾ ഞങ്ങളും തിരിച്ച് അങ്ങനെയല്ലേ കാണൂ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ലാവണ്യ ചെയ്തത് ഞങ്ങൾ അറിയാതെയാണ്, ഞങ്ങളത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ലാവണ്യയെ വിലക്കിയേനെ, അത് അവളുടെ അറിവില്ലായ്മയായിട്ട് കരുതണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അമ്മായിയോട്. എന്നിട്ട് മുത്തശ്ശി ഇവരെ പറഞ്ഞയക്കണ സമയത്ത് ഓട്ടോയ്ക്ക് പോവണ്ട, ആകാശനി ഇവരെ കൊണ്ടുവിടുക എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് ലാവണ്യ ചെന്ന്, കാർട്ടൂൺ ബേബി നീ എങ്ങോട്ട് പോവാ? അതെന്ത് ചോദ്യാ കുട്ടി, ഞങ്ങൾ പണി തീർന്ന ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ പോവാന്ന് ചോദിക്കാം കേട്ടോ അമ്മായി. അതിന് ഇവളുടെ പണി തീർന്നിട്ടില്ലല്ലോ, അങ്ങനെ സമയം കാലമൊക്കെ ഉണ്ടോ ഇവളുടെ പണിക്ക് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ലാവണ്യ. അങ്ങനെ പറയുമ്പോൾ ശ്രുതി അവിടെ നിൽക്കുകയാണ്, പ്രീതിയോടും അമ്മായിയോടും പോവാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. തുടർന്ന് ആകാശ് അവരെ കൊണ്ടുവിടാണ് കേട്ടോ. നിനക്ക് സാരിയെ പറ്റിയൊക്കെ നല്ല വിവരമല്ലേ, എന്നാൽ അതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചേ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ മടക്കി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി വന്ന് കയറുകയാണ്. മുത്തശ്ശിയോട് ലാവണ്യക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ആ സമയം അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞാ നീ കണ്ടില്ലേ, ഒരു പണിയും ഇല്ലാതെ ഈ കുട്ടിയെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് നീ തന്നെ വേഗം ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അശ്വിൻ വെറുതെ ഒന്ന് ചിന്തിച്ചിട്ട് അശ്വിൻ പറയുന്നുണ്ട്, ആ ശരി മുത്തശ്ശി എന്ന് പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ കൂടെ പോവാം അവരുടെ കൂടെ, തിരിച്ചു വരുമ്പോൾ ASR ഒറ്റയ്ക്കാവില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് സാരി ഉടുക്കാൻ അറിയില്ലല്ലോ, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എൻ്റെ റൂമിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ്റെ കൂടെ പോകേണ്ട കാര്യം ഓർത്തിട്ട് ശ്രുതി പേടിച്ച് നിൽക്കുകയാണേ. ശ്രുതി പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശി, ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞില്ലേ നിന്നോട്, പിന്നെ നിനക്കെന്താ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ വിളിക്കുന്നുണ്ട് കേട്ടോ. വരൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി കൂടെ പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.